അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തിയ പകരം തീരുവയും ദ്വിതീയ തീരുവയും പ്രാബല്യത്തിലായി. 50% തീരുവ വരുന്നതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില അമേരിക്കയിൽ ഉയരും. എന്തായിരിക്കും ഇതിന്റെ പരിണിതഫലം നോക്കാം. സമവായ ശ്രമങ്ങൾ ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാകാത്ത അന്തിമ തീയതിക്കൊടുവിൽ തീരുവ നിലവിൽ വന്നു. വസ്ത്രം, രത്ന ആഭരണങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, ചെമ്മീൻ തുടങ്ങിയവ കയറ്റുമതി ചെയ്യുന്നവർ തിരിച്ചടി നേരിടും. മുൻപ് 100 രൂപയുണ്ടായിരുന്ന ഉൽപ്പന്നം തീരുവ കൂടി ചേരുമ്പോൾ 150 രൂപയാകും. അത് നൽകേണ്ടത് അമേരിക്കൻ ഇറക്കുമതിക്കാരാണ്. അവരുടെ ലാഭവും ചേർന്ന് വിപണിയിലെത്തുമ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരും. അതുകൊണ്ട് അമേരിക്കൻ ഇറക്കുമതിക്കാർ ഇന്ത്യയേക്കാൾ തീരുവ കുറവുള്ള പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും സാധനങ്ങൾ വാങ്ങും. പിന്നെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്കുള്ള ആദ്യ സാധ്യത ഇവ ആഭ്യന്തര വിപണിയിൽ വിറ്റഴിക്കുക എന്നതാണ്. പ്രീമിയം ഗുണനിലവാരത്തിൽ വരുന്ന കയറ്റുമതി വസ്തുക്കൾ വാങ്ങിക്കൂട്ടാൻ മാത്രം ആവശ്യക്കാർ ഇവിടെയില്ല. അതോടെ വലിയ കിഴിവ് നൽകാൻ വിൽപ്പനക്കാർ നിർബന്ധിതരാകും. യൂറോപ്പ് പോലുള്ള മറ്റ് വിപണികൾ കണ്ടെത്തുക എന്നതാണ് രണ്ടാമത്തെ സാധ്യത. അത് അതിവേഗം നടത്താനും പ്രയാസമാണ്. സർക്കാർ പുതിയ നയങ്ങളിലൂടെ കയറ്റുമതിക്കാർക്ക് ആശ്വാസം നൽകേണ്ടിയും വരും. ഇന്ത്യൻ GDPയിൽ 2.3%, വ്യാവസായിക ഉൽപാദനത്തിൽ 13%, ആകെ കയറ്റുമതിയുടെ 12% വസ്ത്രവ്യാപാര മേഖലയിൽ നിന്നാണ്. US-ലെ രത്നാഭരണ വ്യാപാര മേഖലകളുടെ 40% ഇന്ത്യയിൽ നിന്നാണ്. ഈ മേഖലകളിലെല്ലാം വലിയ തൊഴിൽ നഷ്ടമുണ്ടാവും. നിലവിൽ നിരവധി പേർക്ക് ജോലി നഷ്ടമായ റിപ്പോർട്ടുകളും വരുന്നുണ്ട്. സാമ്പത്തിക വളർച്ചയെയും സംരംഭകരുടെ ആത്മവിശ്വാസത്തെയും തീരുവ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ബിസിനസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.